ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ അശ്വിൻ ശ്രുതിക്ക് വേണ്ടി മേടിച്ച ആ ഒരു പൂക്കൾ നിറഞ്ഞ ബൊക്ക അഞ്ജലിക്ക് ഷ്യാം അയച്ചതാണെന്ന് വിചാരിക്കുകയാണ്. അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ. അശ്വിൻ വരുമ്പോഴേക്കും അഞ്ജലി പറയണ്ട്, ആ കുഞ്ഞ ഇത് കണ്ടോ, ഇത് എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അഞ്ജലിയുടെ മുഖം ചെറുതായിട്ട് മാറുന്നുണ്ടെങ്കിലും നീ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണോ കുഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. അതെ ചേച്ചി, ഞാൻ ചേച്ചിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നീ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലേ? എനിക്ക് എന്താ ചേച്ചി, എനിക്കെൻ്റെ ചേച്ചിയുടെ സന്തോഷവും സമാധാനമല്ലേ ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ അഞ്ജലി അശ്വിനെ കെട്ടിപ്പിടിക്കാട്ടോ. ഇതെല്ലാം തന്നെ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിനും സന്തോഷമാണ്. കാരണം അഞ്ജലിക്ക് ചെറിയൊരു സന്തോഷമാണെങ്കിൽ താൻ കാരണം കൊടുക്കാൻ പറ്റിയല്ലോ എന്നാലോചിച്ചിട്ട്, അതേസമയം അശ്വിനാണെങ്കിൽ കേക്കും കുറേ റൂം ഡെക്കറേറ്റ് ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ തന്നെ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അടുക്കളയിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഹലോ ശ്രുതി, എന്താ ഇന്ന് സ്പെഷ്യൽ ചോദിക്കുമ്പോൾ, ഓ സ്പെഷ്യലൊന്നുമില്ല എനിക്ക് ചേട്ടാന്ന് പറയാണ്. അതെ, ഇന്ന് അശ്വിൻ ബ്രോ ശ്രുതിക്ക് വേണ്ടി റോസാപ്പൂക്കളുള്ള ഒരു ബൊക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും അഞ്ജലി ചേച്ചി ആ ബൊക്ക വാങ്ങിച്ചത്. അഞ്ജലി ചേച്ചിക്കാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അശ്വിൻ അത് മാറ്റാൻ നിന്നില്ല എന്ന് പറയാണ്. അഞ്ജലി അത് ശരിക്കും പറഞ്ഞാൽ ശ്രുതിക്ക് വേണ്ടി അശ്വിൻ ബ്രോ വാങ്ങിച്ചതായിരുന്നു എന്ന് പറയാണ്. ശ്രുതിക്ക് അതിൽ വിഷമമുണ്ടോ? എനിക്കോ വിഷമോ? അഞ്ജലി ചേച്ചി അത് കണ്ടപ്പോൾ അഞ്ജലി ചേച്ചിയുടെ സന്തോഷം കണ്ടില്ലേ? എനിക്ക് ആ സന്തോഷം തന്നെ മതി, അതാ എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് ആ ബൊക്ക കിട്ടുന്നേക്കാളും ഏറ്റവും വലുത് അഞ്ജലി ചേച്ചിയുടെ സന്തോഷം തന്നെയാണ് എന്ന് പറയാണ്. ഇത് അശ്വിൻ കേൾക്കുന്നു കേട്ടോ. അശ്വിനെ ഭയങ്കര സന്തോഷമാണ്. കാരണം ശ്രുതി ഇത്ര വലിയൊരു മനസ്സിന് ഉടമയാണല്ലോ ആലോചിച്ചിട്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ റൂമിലേക്ക് കയറണ മുമ്പ് തന്നെ അശ്വിൻ ശ്രുതി അവിടെ നിന്ന് മാറിക്കഴിയുമ്പോഴേക്കും ശ്രുതിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കണം. ശ്രുതി ഞെട്ടണം റൂം കാണുമ്പോൾ. അതിനു വേണ്ടി ശ്രുതിയുടെയും അശ്വിൻ്റെയും ഒരുപാട് ഫോട്ടോസുകൾ, അതായത് നമ്മുടെ ഈ സീരിയലുള്ള ഫോട്ടോയൊന്നും അല്ല കേട്ടോ, ഇവരുടെ ഇൻസ്റ്റയിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് ഉണ്ടല്ലോ ഒരുമിച്ച് നിൽക്കണത്, ഹോളിഡേ എപ്പിസോഡിൻ്റെയൊക്കെ ആ ഹോളി എപ്പിസോഡിൻ്റെ ഫോട്ടോസൊക്കെ ആട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ അലങ്കരിച്ച് റൂമിലൊക്കെ ഇങ്ങനെ തൂക്കിയിരിക്കുകയാണ്. അതായത് ആ റൂമിൽ ശരിക്കും അശ്വിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, ബാക്കി ഫോട്ടോ ഒന്നും വെക്കാൻ തന്നെ അശ്വിൻ സമ്മതിക്കില്ല. എന്നിട്ട് പോലും ശ്രുതിയുടെ ഫോട്ടോ 2-3 വെച്ചപ്പോൾ അവിടെ എന്ത് ബഹളമായിരുന്നു. പക്ഷേ ഇപ്പം അശ്വിൻ അങ്ങനെയല്ല, അവർ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒത്തിരി കെട്ടി വെക്കുകയാണ്. അതായത് റൂമിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ ഒരു റെഡ് കളർ ഹാർട്ട് ഷേപ്പിൽ ഐ ലവ് യു എന്നൊക്കെ എഴുതിയ ഒരുപാട് ഹാപ്പി ബർത്ത്ഡേയും ഐ ലവ് യു ഒക്കെ മിക്സ് ചെയ്ത് വെച്ച ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കട്ടിൽ പോലും അലങ്കരിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോഴേക്കും ഞെട്ടിപ്പോകാട്ടോ. ഈശ്വര, തൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പിറന്നാൾ സമ്മാനം തനിക്ക് കിട്ടിയിട്ടേ ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ശ്രുതി ഇങ്ങനെ വിളിച്ച് നിൽക്കുമ്പോഴേക്കും അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിൻ ആ ഒരു കേക്ക് കാര്യങ്ങളൊക്കെ മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. അത് അശ്വിനും ശ്രുതിയും മാത്രം സ്പെഷ്യലായിട്ട് മുറിക്കണ കേക്കാണ് കേട്ടോ. ബാക്കിയുള്ളവരും വേറെ കേക്ക് കട്ട് ചെയ്യും, പക്ഷേ ഇത് ശ്രുതിയും അശ്വിനും മാത്രം അവരുടെ പേഴ്സണൽ കേക്കാണ് കേട്ടോ അത്. അങ്ങനെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറുള്ള കേക്ക് തന്നെ അശ്വിൻ വാങ്ങിക്കുകയാണ്. ശേഷം ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, ശ്രുതി ഇത് ഞാൻ നിനക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കിയതാണ്, നിനക്ക് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകാട്ടോ. ശ്രുതി എടുത്ത് പക്ഷേ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നീ പറയേണ്ട കാര്യമില്ല, നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ശ്രുതി കേക്ക് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കത്തിയെടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശ്രുതി കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അശ്വിനോട് പറയുന്നുണ്ട്, അശ്വിൻ സാറും കൂടി പിടിക്കാൻ വേണ്ടി പറയുകയാണ്. അശ്വിൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ അശ്വിനും കൂടി ആ കത്തിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ഒരുമിച്ച് അവിടെ കേക്ക് കട്ട് ചെയ്യാണ്. പെട്ടെന്നാണ് ആ റൂമിലേക്ക് അഞ്ജലി വരുന്നത്. പക്ഷെ അഞ്ജലി വരുന്നത് ശ്രുതിയും അശ്വിനും അറിയുന്നേ ഇല്ല കേട്ടോ. അഞ്ജലി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടേക്ക് അശ്വിൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോഴാണ് അഞ്ജലി ഈ ഒരു കാഴ്ച കാണുന്നത്. അഞ്ജലി പൊളിച്ച് നിന്ന് പോവാണ്. കാരണം ഇവർ രണ്ടുപേരും സ്നേഹിക്കുമ്പോൾ അഞ്ജലിക്ക് ഓർമ്മ വരുന്നത് അഞ്ജലിയുടെയും ഷ്യാമിൻ്റെയും ആ പ്രണയ നിമിഷങ്ങളാണ്. അഞ്ജലിയുടെ പിറന്നാളിന് ഷ്യാം സർപ്രൈസ് ഒരുക്കണതും അഞ്ജലിക്ക് ഗിഫ്റ്റ് കൊടുക്കണതും കേക്ക് കട്ട് ചെയ്യണതൊക്കെ തന്നെയായിട്ട് അഞ്ജലിയുടെ മനസ്സിൽ. അപ്പോൾ ഇവർ ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ ഇവരാണ് എന്ന രീതിയിൽ അഞ്ജലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി ഒരുമിച്ച് കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിലൊരു കേക്കിൻ്റെ കഷ്ണം എടുത്തിട്ട് അശ്വിൻ ശ്രുതിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ശ്രുതിയും ഒരു കഷ്ണം കേക്ക് എടുത്ത് അശ്വിനെ കൊടുക്കുന്നുണ്ട്. ശേഷം രണ്ടുപേരുടെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ വീണ്ടും ശ്രുതിയുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ചിരി വരുവാട്ടോ ചെയ്യണത്. അങ്ങനെ പിറന്നാൾ ആഘോഷമൊക്കെ അടിച്ചു പൊളിക്കുകയാണ്.
ശേഷം ശ്രുതി ഒന്ന് മയങ്ങാൻ വേണ്ടി കട്ടിലിൽ കിടക്കായിരിക്കും കേട്ടോ. കട്ടിലിൽ കിടക്കുന്ന സമയത്ത് നല്ല ഉറക്കമാണ്. ഇപ്പോഴെങ്കിലും തനിക്ക് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞേ പറ്റൂ. ഹാപ്പി ബർത്ത്ഡേ ശ്രുതിയോട് പറയണം, തൻ്റെ പ്രണയം തുറന്നു പറയണം. തൻ്റെ പ്രണയ സമ്മാനം, അതായത് ഒരു ബാഗ് വാങ്ങിച്ചു കൊടുത്തു, കേക്ക് കൊടുത്തു, അതുപോലെ തന്നെ സർപ്രൈസായിട്ട് പല കാര്യങ്ങളും ചെയ്തെങ്കിലും ശരിക്കും തന്നെ മനസ്സിലെ പ്രണയ സമ്മാനം ഇതൊന്നുമല്ല, ഒരു മധുരമുള്ളൊരു ചുംബനം. അതാണ് അശ്വിൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ശ്രുതി നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കിയ അശ്വിൻ ഒരു റോസാപ്പൂ എടുത്ത് ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. ശ്രുതിയുടെ കട്ടിലിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരിക്കുകയാണ്. ശേഷം ശ്രുതിനെ ശരിക്കും നോക്കുന്നുണ്ട്. ശ്രുതി, എൻ്റെ ജീവിതം ഇനി നിനക്കുള്ളതാണ്. എൻ്റെ പ്രണയം അത് നീയാണ് ശ്രുതി. എൻ്റെ ജീവിതത്തിലെ പ്രണയം അത് നീയാണ് ശ്രുതി. ഐ ലവ് യു ശ്രുതി. എനിക്ക് നീയില്ലാതെ പറ്റില്ല ശ്രുതി. പിന്നെ നിൻ്റെ അനുവാദം ഇല്ലാതെ ഞാൻ നിന്നെ ഒരു ഉമ്മ തരുവാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ അശ്വിൻ. അത് നെറ്റിയിൽ തന്നെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അശ്വിനും ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ശ്രുതി കണ്ണ് തുറക്കുമ്പോൾ അശ്വിൻ ഇത് പറയാൻ വയ്യാക്കണം. അശ്വിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ താനാണെന്നൊരു ഭാവമുണ്ടല്ലോ, അത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ എന്നാലും അതൊന്ന് മെൽറ്റായിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ അശ്വിൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതിയുടെ പിറന്നാളുടെ ആ ഒരു ആഘോഷം, ആ ഒരു സന്തോഷമൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അഞ്ജലി ആണെങ്കിൽ വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോവാട്ടോ. അതായത് ഈ ഒരു ആഘോഷമൊക്കെ കാണുമ്പോൾ അഞ്ജലിക്ക് ആ ഷ്യാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഷ്യാമിനെ വീണ്ടും വേണമെന്നൊരു തോന്നൽ അഞ്ജലിയുടെ ഉള്ളിൽ വീണ്ടും വരികയാണ്. കാരണം ഷ്യാം തനിക്ക് വേണം. ഷ്യാം ചിലപ്പോൾ നന്നായാലോ, ഷ്യാം ചിലപ്പോൾ ഇനിയൊരു അവസരം കൊടുത്താൽ ചിലപ്പോൾ നല്ല രീതിയിൽ നടന്നാലോ എന്നൊക്കെ ആ ഒരു തോന്നൽ, ഒരു ഭാര്യയുടെ തോന്നൽ. അപ്പോൾ ആ ഒരു തോന്നൽ അഞ്ജലിയിലേക്ക് വരികയാണ്. അപ്പോൾ അഞ്ജലിക്ക് ഇപ്പോൾ ഏത് സമയത്തും ഷ്യാം തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഷ്യാമിനൊരു അവസരം കൊടുക്കാം എന്നൊക്കെ ഒരു തോന്നൽ അഞ്ജലിയുടെ ഉള്ളിൽ എവിടെയൊക്കെയോ വന്നു തുടങ്ങാം കേട്ടോ. അതിന് മെയിനായിട്ടുള്ള കാരണം ശ്രുതിയും അശ്വിന് തന്നെയാണ്. അവരുടെ പ്രണയരംഗങ്ങൾ കാണുമ്പോൾ താനും ഷ്യാമും എങ്ങനെയാണ് പ്രണയിച്ചത് അതൊക്കെ ആലോചിച്ച് പോവാണ് അഞ്ജലി. അങ്ങനത്തെ കുറേ ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ, അതായത് എപ്പിസോഡിൽ കാണാൻ പോണത്. അപ്പോൾ പ്രൊമോ എപ്പിസോഡ്സൊക്കെ ഇത്രയും തന്നെയുള്ളൂ. അതേ സമയത്ത് ആ സെലിനാണെന്നുണ്ടെങ്കിൽ അവിടെ നടത്തി കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രീതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു, അഞ്ജലി ചേച്ചിനെ ഉരുട്ടിയിടാൻ നോക്കിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് മാത്രമല്ല ശ്രുതിക്ക് അല്ലെങ്കിൽ തന്നെ അവരിഷ്ടമല്ല സെല്ലിന് വന്നത് തന്നെ, അതായത് ഷ്യാം പറഞ്ഞിട്ടാണല്ലോ വന്നത്. ഷ്യാം പറഞ്ഞിട്ട് വന്ന ഒരാളാന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തൊക്കെയോ കള്ളത്തരവും ഉടായ്പുണ്ടെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ശ്രുതി ഈ സെല്ലിനെ ശരിക്കും അങ്ങോട്ട് നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു അടയാളം ഇല്ലാണ്ട്, ഒന്നുമില്ലാതെ ഒരാളെ കുറ്റക്കാരിയാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവാണ് ഇവരൊരു ഉടായ്പാണെന്ന്. അങ്ങനെ ശ്രുതി ഷ്യാമിനെയും അതുപോലെ തന്നെ സെല്ലിനെയും ഒരുമിച്ച് കൈയോടെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അഞ്ജലി ചേച്ചിക്കെതിരെ, അഞ്ജലിയുടെ കുഞ്ഞിനെതിരെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ശ്രുതികുമാരി ലക്ഷ്മി ആരാന്ന് നിങ്ങളറിയും. അപ്പോഴേക്കും ഷ്യാം പറയുന്നുണ്ട്, ശ്രുതികുമാരി ലക്ഷ്മി നീ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായതാണല്ലോ. ഈ ചെറിയ ബുദ്ധിയിൽ നിനക്ക് തെളിയുന്നത് വലിയ വലിയ കാര്യങ്ങളാണല്ലോ. നീ ശരിക്കൊരു ബുദ്ധിയുള്ള പെൺകുട്ടി തന്നെയാണ് ശ്രുതി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള പെൺകുട്ടി. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് നിന്നെ സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു കണിക പോലും എൻ്റെ മനസ്സിലില്ല. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് നിനക്കറിയാവോ? നീയും അശ്വിൻ സായറും ആ കുടുംബത്തിലുള്ള എല്ലാവരും. നീയും എൻ്റെ ശത്രുവാണ് ശ്രുതി. നിന്നെ ഞാൻ ഇല്ലാതാക്കും, ആ കുടുംബം തന്നെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ ഷ്യാം പറയാണ്. അതിനെ സെലിനും കൂട്ടി നിൽക്കേണ്ട. പക്ഷേ സെലിനെ നമ്മുടെ ശ്രുതി തന്നെയാണ് അടിച്ച് പുറത്താക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിലും കൂടി കാണാൻ പോണത്. പിന്നെ ശനി ഞായർ നല്ല പ്രൊമോ ആട്ടോ വരാൻ പോണത്. ആ പ്രൊമോ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് സസ്പെൻസ് കളയുന്നില്ല. നാളെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.